അയ്യപ്പൻ കളിച്ചു വളർന്നിട്ടുള്ള പന്തളം കൊട്ടാരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇന്നുള്ളത് പന്തളം കൊട്ടാരത്തിലേക്കാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു രാജവംശമാണ് പന്തളം രാജവംശം. തമിഴകത്തെ പാണ്ഡ്യ രാജവംശത്തിന്റെ ഒരു ശാഖയാണ് ഈ ഒരു രാജവംശം എന്ന് വിശ്വസിക്കുന്നു. ശബരിമല ക്ഷേത്രവുമായുള്ള ബന്ധം ഈ വംശത്തിനൊരു വലിയ പദവി തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. അയ്യപ്പൻ തന്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് പന്തളം കൊട്ടാരത്തിലാണെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. പന്തളം രാജവംശത്തിന്റെ വാസസ്ഥലമായ പന്തളം കൊട്ടാരം അച്ചൻകോവിലാറിന്റെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളീയ വാസ്തുശില്പ കലയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കൊട്ടാരം. പഴയ കൊട്ടാരത്തിന്റെ ഭൂരിഭാഗവും കാലപ്പഴക്കത്താൽ നശിച്ചെങ്കിലും ചുരുക്കം ചില ഭാഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. പന്തളം രാജവംശത്തിന് 500 വർഷത്തെ പഴക്കമാണ് ചരിത്രത്തിലെ രേഖകൾ അടയാളപ്പെടുത്തുന്നത്. പന്തളം വലിയ കോയിക്കൽ ശാസ്താക്ഷേത്രം അച്ചൻകോവിലാറിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം അയ്യപ്പന്റെ നിത്യപൂജകൾക്കായി രാജശേഖര രാജാവ് നിർമ്മിച്ചതാണ്. കൊട്ടാര സമുച്ചയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന് പകരം 12 സാള ഗ്രാമങ്ങളാണുള്ളത്. എല്ലാ വർഷവും ധനു 28-ന് മകരവിളക്കിന് മുമ്പായി തുടങ്ങുന്ന തിരുവാഭരണ ഘോഷയാത്ര വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇതുവരെ നമ്മുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ മച്ചാമാരെ.